2001 ജനുവരി 18 യൂറോപ്യൻ ആശ്രമം ജ്ഞാനദളം 289 ആരാധന പക്വതയുടെ ലക്ഷണം. ഒരു തീജ്വാല മുകളിലേക്ക് ഉയരണമെങ്കിൽ അതിന് മുകളിൽ ഇടം ആവശ്യമാണ്. അതുപോലെ ഒരാൾക്ക് ജീവിതത്തിൽ ഔന്നത്യത്തിലെത്തണമെങ്കിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ഉത്തമ മാതൃക ആവശ്യമാണ്. പ്രാർത്ഥനയിൽ സ്വാത്മബോധവും സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം ഒന്നുചേരുന്നു. എന്നാൽ സ്വാത്മബോധമില്ലെങ്കിൽ ആരാധനയോ ആദർശവാദമോ ആത്മാഭിമാനക്കുറവ് സൃഷ്ടിച്ചേക്കാം. പഴയ ആളുകൾക്ക് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്തിനെയാണോ താൻ ആരാധിക്കുന്നത് അതിന്റെ ഭാഗമാണ് താനെന്ന് ആരാധിക്കുന്ന ആൾക്ക് തോന്നണമെന്ന് പഴമക്കാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും പർവ്വതങ്ങളെയും നദികളെയും ചെടികളെയും മൃഗങ്ങളെയും ആളുകളെയും ആരാധിക്കാൻ അവർ പ്രോത്സാഹിപ്പിച്ചു. ആരാധന സ്നേഹത്തിന്റെയും ആസ്വാദനത്തിന്റെയും പരമകാഷ്ഠയാണ്. വെറുപ്പോ അസൂയയോ ആയി സ്നേഹം മാറാതിരിക്കാനും ആസ്വാദനം അഭിമാനക്കുറവാകാതിരിക്കാനും ആരാധന സഹായിക്കുന്നു. എന്തിനെയെങ്കിലും ആരാധിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിഷേധാത്മകത കൊണ്ട് നിറയും. മാത്രമല്ല, ആരാധിക്കാൻ ഒന്നുമില്ലാത്ത ആൾ ഉറപ്പായും വിഷാദത്തിലേക്ക് പതിക്കും. ആരാധനയുടെ അഭാവം പല വൈകാരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ സ്വാർത്ഥവും അഹങ്കാരവും ഹിംസയും അതിനെ പിന്തുടരും. സമൂഹത്തിൽ ആളുകൾ പരസ്പരം ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അത് പിരിമുറുക്കം ഇല്ലാതാക്കി കാരുണ്യവും സ്നേഹവും വളർത്തും. ചിലർ ആരാധനയെ അപരിഷ്കൃതവും ബുദ്ധിക്ക് നിരക്കാത്തതുമായ കാര്യമായി കാണും. അടിമത്ത മനോഭാവത്തിൽ നിന്നാണ് അത് ഉയരുന്നതെന്ന് അവർ കരുതുന്നു. വാസ്തവത്തിൽ ഇത് നേരെ വിപരീതമാണ്. കൃതജ്ഞതയിലൂടെ മാത്രമേ ആരാധന സംഭവിക്കുകയുള്ളൂ, അല്ലാതെ അടിമത്ത മനോഭാവത്തിൽ നിന്നല്ല. ആരാധന പക്വതയുടെ ശരിയായ ഭാവമാണ്, അല്ലാതെ ദുർബലതയുടെയല്ല. ചോദ്യം: സ്നേഹത്തിന്റെ പരമകാഷ്ഠയാണ് ആരാധന എന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. ആരാധനയ്ക്ക് പരമകാഷ്ഠയുണ്ടോ? ഗുരുദേവ്: ആത്മജ്ഞാനവും സമാധിയുമാണ് ആരാധനയുടെ പരമകാഷ്ഠ. ജയ് ഗുരുദേവ്.